നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ഇറാനെ ആക്രമിച്ച് അമേരിക്ക. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം നേരിട്ട് കളത്തിലിറങ്ങിയ അമേരിക്കയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി അമേരിക്ക ആക്രമണം നടത്തിയത്. തിരിച്ചടിക്ക് മുതിർന്നാൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ആണവ ചോർച്ചയില്ല എന്നുമാണ് ഇറാന്റെ പ്രതികരണം. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ B-2 ബോംബ് വിമാനങ്ങൾ വേണമെന്ന ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് ഒടുവിൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും വഴങ്ങി. ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്ക് ഇറാനിലെ ഫോർദോ, നഥാൻസ്, ഇസ്ഫാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ബങ്കർ ബസ്റ്റർ ബോംബുകളും 30 ടോമോഹാക്ക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 6 B-2 സ്റ്റെൽത്ത് ബോംബറുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. 13,600 കിലോഗ്രാം ഭാരമുള്ള GBU-57 വഹിക്കാൻ B-2 വിമാനത്തിന് മാത്രമേ കഴിയൂ. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി തത്സമയം വിലയിരുത്തി. അതിശയകരമായ സൈനിക വിജയം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. Tonight I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. ഇറാൻ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചരിത്രം തിരുത്തിക്കുറിക്കുന്ന തീരുമാനമെന്ന് ട്രംപിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ആണവ പദ്ധതി തുടരും എന്നുമാണ് ഇറാന്റെ മറുപടി. ആണവ ചോർച്ചയില്ല എന്ന് ഇറാൻ ആണവ ഏജൻസിയും പ്രതികരിച്ചു. അമേരിക്കയുടേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. UN രക്ഷാസമിതി ഉടൻ ചേരണമെന്നും അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒരിടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു രാജ്യത്ത് അമേരിക്കയുടെ സൈനിക ഇടപെടൽ. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടതിന് പിന്നാലെയുള്ള അമേരിക്കൻ നടപടി സഖ്യരാജ്യങ്ങളിലും അമ്പരപ്പുണ്ടാക്കി. നടപടി ഐക്യരാഷ്ട്ര സംഘടന അപലപിച്ചു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, സിറിയ 13 വർഷത്തിനു ശേഷം മറ്റൊരു രാജ്യത്തുകൂടി അമേരിക്കയുടെ ആക്രമണം. ആണവായുധം നിർമ്മിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു 2 പതിറ്റാണ്ട് മുമ്പ് ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം. എന്നാൽ ഇറാഖിൽ നിന്ന് അന്ന് അതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെന്നതിനും തെളിവില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗവും ഇക്കാര്യം വ്യക്തമാക്കുന്നുവെങ്കിലും അതെല്ലാം തള്ളിയാണ് ഇറാനിലെ അമേരിക്കൻ ആക്രമണം. സമാധാനത്തിനെന്ന പേരിൽ അമേരിക്ക ആക്രമണം നടത്തിയ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും കൊടിയ ദുരിതമാണ് ജനം നേരിടുന്നത്. സമാധാന സാധ്യതകളുടെ വാതിലുകളടച്ച അമേരിക്കൻ സൈനിക നടപടിയിൽ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ നിസ്സഹായരാണ്. നടപടിയെ അപലപിക്കുന്നതിനപ്പുറം UN-നും സംഘർഷത്തിൽ പ്രത്യേകിച്ച് റോളില്ല. തങ്ങളോട് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളും അസ്വസ്ഥരാണ്. അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള ചെറു രാജ്യങ്ങൾ മാത്രമാണ് നടപടിയെ ശക്തമായി അപലപിച്ചത്. എന്നാൽ റഷ്യയും ചൈനയും പരസ്യ നിലപാടെടുത്തിട്ടുമില്ല. ഇനി എന്ത് എന്ന ചോദ്യമാണ് ലോകം ആശങ്കയോടെ ചോദിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായ ഫോർദോയും നഥാൻസും എസ്ഫഹാനും അമേരിക്ക ആക്രമിച്ചത് 6 B-2 ബോംബ് വിമാനങ്ങൾ ഉപയോഗിച്ചാണ്. 6.2 മീറ്റർ നീളവും 13,000 കിലോഗ്രാം ഭാരവുമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക അമേരിക്കൻ ബോംബറാണ് B-2.
അമേരിക്കയുടെ അഭിമാനവും സാങ്കേതികമായി ലോകത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതുമായ യുദ്ധവിമാനമാണ് B-2 സ്റ്റെൽത്ത് ബോംബ്. വ്യോമയുദ്ധരംഗത്തെ അസാധാരണ പോരാളിയായാണ് B-2 ബോംബറുകൾ അറിയപ്പെടുന്നത്. B-2 വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അദൃശ്യമാകാനുള്ള ശേഷിയാണ്. റഡാർ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സഹായിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പനയും റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേകതരം ആവരണങ്ങളും ഇതിനുണ്ട്. ഈ സാങ്കേതിക വിദ്യ കാരണം ശത്രുരാജ്യങ്ങളുടെ റഡാറുകൾക്ക് B-2 വിമാനത്തെ കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഇത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ B-2വിനെ പ്രാപ്തനാക്കുന്നു. B-2 ബോംബറിന് വലിയ അളവിലുള്ള ആയുധങ്ങൾ വഹിക്കാൻ കഴിയും. 6.2 മീറ്റർ നീളമുള്ള 30,000 പൗണ്ട് ഭാരമുള്ള MOP ബങ്കർ ബസ്റ്റർ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക അമേരിക്കൻ ബോംബറാണ് B-2 സാധാരണ ബോംബറുകൾ. കൃത്യമായി ഗൈഡഡ് ബോംബുകൾ, ആണവായുധങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ശത്രുവിന്റെ ആഴത്തിലുള്ളതും സംരക്ഷിക്കപ്പെട്ടതുമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതുപയോഗിക്കാം. 15,000 മീറ്റർ വരെ ഉയരത്തിൽ ആക്രമണ ദൗത്യങ്ങൾ നടത്താൻ ഇതിന് സാധിക്കും. പറക്കും ചിറക് അഥവാ ഫ്ലൈയിംഗ് വിംഗ് രൂപകൽപ്പനയാണ് B-2 വിമാനത്തിന്റേത്. 2 പൈലറ്റുമാരാണ് ഈ ബോംബർ പ്രവർത്തിപ്പിക്കുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് B-2 ബോംബറിനെ രൂപകൽപ്പന ചെയ്തത്. 1989 ആദ്യമായി പറന്നുയർന്ന ഈ വിമാനം 1997 അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായി. കൊസോവോ യുദ്ധം, അഫ്ഗാനിസ്ഥാൻ യുദ്ധം, ഇറാഖ് യുദ്ധം തുടങ്ങിയ നിരവധി സംഘർഷങ്ങളിൽ B-2 വിമാനം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അമേരിക്ക B-2 ബോംബറുകൾ പസഫിക് മേഖലയിലെ ഗുവാമിലേക്ക് വിന്യസിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. എന്തുകൊണ്ടാണ് ഫോർദോയിലെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ അമേരിക്കയുടെ ആക്രമണം? ഫോർദോ ആക്രമിക്കാൻ എന്തുകൊണ്ടാണ് ഇസ്രയേലിന് അമേരിക്കൻ സഹായം വേണ്ടി വന്നത്? ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇനി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഏകദേശം 96 കിലോമീറ്റർ അകലെയാണ് ക്വോം പ്രവിശ്യ. ഇവിടെയുള്ള ഒരു പർവ്വത പ്രദേശത്താണ് ഇറാനിലെ രണ്ടാമത്തെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നായ ഫോർദോ സ്ഥിതി ചെയ്യുന്നത്. നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ഫോർദോയിലെ സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇന്നലെ വരെ ഇസ്രായേലിനായിരുന്നില്ല. ഭൗമോപരിതലത്തിൽ നിന്നും 80 മുതൽ 90 മീറ്റർ വരെ ആഴത്തിൽ 2 ടണലുകളിലായാണ് ഈ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനമെന്നതാണ് ഇതിന് കാരണം. ആഴമായിരുന്നു പ്രധാന വെല്ലുവിളി. അമേരിക്ക ഇവിടേക്കാണ് 6 B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഭൗമോപരിതലത്തിലേക്ക് ആഴത്തിൽ തുളച്ചു കയറാനാകുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആക്രമണത്തിന് ആവശ്യമായിരുന്നു. ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്ററുകൾക്ക് 10 മീറ്റർ അടി താഴത്തിൽ മാത്രമേ പ്രവർത്തിക്കാനാവുകയുള്ളൂ. എന്നാൽ അമേരിക്കയുടെ കൈവശം അത്തരത്തിലുള്ള ഒരു ബോംബുണ്ട്. 13,000 കിലോഗ്രാം ഭാരമുള്ള GBU-57 എന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ MOP. പൊട്ടിത്തെറിക്കുന്നതിന് മുൻപായി ഭൗമോപരിതലത്തിൽ നിന്നും 61 മീറ്റർ ആഴത്തിലേക്ക് തുളച്ചു കയറാൻ അതിനാകും. എന്നാൽ ഒരൊറ്റ MOP ഉപയോഗിച്ചുള്ള പ്രഹരത്തിലൂടെ ഫോർദോ നശിപ്പിക്കാനാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. തുരങ്കങ്ങൾ 90 മീറ്റർ താഴ്ചയിലാണെന്നതാണ് അതിന് കാരണം. 6.2 മീറ്റർ നീളമുള്ള ബങ്കർ ബസ്റ്റർ MOP ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക അമേരിക്കൻ ബോംബറാണ് B-2. ഫോർദോയിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമടക്കം 3 ആണവ കേന്ദ്രങ്ങൾ B-2 ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെ പശ്ചിമേഷ്യ സംഘർഷഭരിതം. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ടെല്ലവീവിലും ഹൈഫയിലും ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. തൊട്ടു പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം അഴിച്ചുവിട്ടു. ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെയാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയത്. ടെല്ലവീവിലെ ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. മിസൈൽ പതിച്ച പാർപ്പിട സമുച്ചയം പൂർണ്ണമായും തകർന്നു. നിരവധി പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. തുറമുഖ നഗരമായ ഹൈഫയിലും മിസൈൽ പതിച്ചു. തൊട്ടുപിന്നാലെ ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടു. ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ വ്യാപകമായി തകർത്തെന്ന് ഇസ്രയേൽ വ്യോമസേന വ്യക്തമാക്കി.
ടെഹ്റാനിലും ടബ്രിസിലും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. മുൻഗാമികൾ യുദ്ധം ചെയ്ത് രാജ്യത്തിന്റെ പണം നശിപ്പിച്ചുവെന്ന് വിമർശിച്ച ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇറാനിലെ ആക്രമണത്തിന് തീരുമാനമെടുത്തത്. വിദേശത്തെ ഗുണമില്ലാത്ത സൈനിക ചെലവുകൾ ഒഴിവാക്കുമെന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ ഉറപ്പിന്റെ കൂടി ലംഘനമാവുകയാണ് ഇപ്പോഴത്തെ ആക്രമണം. അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ചേരിതിരിവിനും കൂടി വഴിവെച്ചിരിക്കുകയാണ് ഈ ആക്രമണം. സമാധാനത്തിന്റെ ദൂതനെന്ന് സ്വയം വിശേഷിപ്പിച്ച് ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കത്തോട് അമേരിക്കയ്ക്ക് സമ്മിശ്ര പ്രതികരണം. ഇറാന്റെ ആണവ നീക്കത്തിനെതിരെയുള്ള ശക്തമായ തീരുമാനമെന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ മിച്ച് മക്കേണൽ ഉൾപ്പെടെയുള്ളവർ വിശേഷിപ്പിച്ചത്. എന്നാൽ US കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ നടത്തിയ സൈനിക നീക്കത്തിൽ ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസിനിടയിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നായിരുന്നു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. മറ്റൊരു രാജ്യത്ത് അമേരിക്കയുടെ സൈനിക സമ്പത്ത് നഷ്ടമാക്കേണ്ടതില്ലെന്നായിരുന്നു മാഗ പ്രചാരണത്തിന്റെ പ്രധാന തീരുമാനം. അതിനാൽ ഇത് ലംഘിക്കുന്നതിൽ ട്രംപ് അനുകൂലികളും അസ്വസ്ഥരാണ്. ട്രംപിന്റെ ഇംപീച്ച്മെന്റിലേക്ക് നീങ്ങാവുന്ന ഗുരുതരമായ ഭരണഘടനാ ലംഘനമെന്നാണ് ഡെമോക്രാറ്റുകളുടെ വിലയിരുത്തൽ. സുധൈര്യവും അനിവാര്യവുമായ നീക്കമെന്നാണ് ഡെമോക്രറ്റും പെൻസിൽവാനിയ സെനറ്ററുമായ ജോൺ ഫെറ്റർമാൻ വിശേഷിപ്പിച്ചത്. എന്നാൽ സൈനിക നീക്കം അമേരിക്കൻ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണെന്ന് US സ്പീക്കർ നാൻസി പെലോസി പ്രതികരിച്ചു. ഇറാനെ ആക്രമിക്കാൻ ഫെഡറൽ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് തടയണമെന്ന് സെനറ്റർ ബേണി സാൻഡേഴ്സ് ആവശ്യപ്പെട്ടു. ആക്രമണ വിവരം പുറത്തുവിട്ടതിന് പിന്നാലെ അമേരിക്കയിലുടനീളം രാത്രി 8:20 വരെ ട്രൂത്ത് സോഷ്യലിന്റെ പ്രവർത്തനം നിലച്ചു. രാജ്യത്തെ അഭിസംബോധന ചെയ്ത ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പതാകയുടെ ചിത്രവും പങ്കുവച്ചു. യുദ്ധത്തിനു വേണ്ടിയല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ചിലവഴിക്കേണ്ടതെന്ന പ്ലക്കാർഡുകൾ ഉയർത്തി നേരത്തെ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായതോടെ ആശങ്കയിലാണ് നിക്ഷേപകർ. ക്രൂഡും സ്വർണവും ഡോളറും എങ്ങനെ നീങ്ങുമെന്ന് ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക ലോകം. എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലേക്ക് ലോകം പോകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. Tonight I can report to the world that the strikes were a spectacular military success. ഇറാനിൽ നടത്തിയ ആക്രമണം സൈനിക വിജയമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ നിക്ഷേപകർ ആശങ്കയിലാണ്. അമേരിക്കയുടെ ഇടപെടൽ വരും ദിവസങ്ങളിൽ വിപണികളിൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്ന പ്രവചനമാണ് നിക്ഷേപകരെ അസ്വസ്ഥരാക്കുന്നത്. എണ്ണവില ഉയരുമെന്നതാണ് ആദ്യം സംഭവിക്കുന്ന പ്രതിസന്ധിയെന്നാണ് മുന്നറിയിപ്പ്. ക്രൂഡ് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും ഇന്ധനവില കൂടുന്നത് വെല്ലുവിളിയാകും. ലഭ്യത കുറയുന്നതും ഇന്ധനവില കൂടുന്നതും പൊതുവിലക്കയറ്റത്തിലേക്ക് നയിക്കും. RBI ഉൾപ്പെടെ മിക്ക കേന്ദ്ര ബാങ്കുകളും അടുത്തിടെ പലിശ നിരക്ക് കുറച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വില ഉയരുന്നത് പലിശ കൂട്ടുന്ന നടപടിയിലേക്കും എത്തിച്ചേക്കും. വില കൂടുന്നത് ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയ്ക്കും. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ ഈ മാസം 10 മുതൽ 18% വരെ ഉയർന്നിരുന്നു. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിലെ വിശകലന വിദഗ്ധർ പറയുന്നത് ഏറ്റവും ഗുരുതര സാഹചര്യത്തിൽ ആഗോള എണ്ണവില ബാരലിന് $130 ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. അനിശ്ചിതത്വം മുന്നിൽ കണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. സംഘർഷം കടുത്താൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞാൽ സ്വർണ്ണവിലയും കൂടും. ഓഹരി വിപണികളെയും നീക്കം ഹ്രസ്വകാലത്തേക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കൻ കരുത്തു കുറഞ്ഞെന്ന തോന്നലുകൾ ഡോളറിന്റെ മൂല്യത്തിലും ഇടിവ് വരുത്തിയിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ നേരിട്ടുള്ള ഇടപെടൽ അമേരിക്കയ്ക്ക് വീണ്ടും ലോക പോലീസ് പരിവേഷം നൽകുമെന്നും ഡോളറിന്റെ മൂല്യം ഉയർത്തുമെന്നും IBKR ഏജൻസി പറയുന്നു. ഇറാന്റെ പ്രതികരണവും എണ്ണവിലയിലെ കയറ്റിറക്കങ്ങളുമാകും വരും ദിവസങ്ങളിൽ വിപണികളെ സ്വാധീനിക്കുക. ബിസിനസ് ഡെസ്ക് 24. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചയും ഉയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. പ്രതിദിനം 2 കോടി ബാരൽ അസംസ്കൃത എണ്ണ കൈകാര്യം ചെയ്യുന്ന പ്രദേശമാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 1/5 വരും ഇത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നുള്ള ഇറാന്റെ ഭീഷണി ഇതാദ്യമല്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് കടൽ മാർഗം പുറം ലോകത്തേക്കുള്ള ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എണ്ണ വ്യാപാര പാതയാണ് ഹോർമുസ് കടലിടുക്ക്. കേവലം 39 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്കിലൂടെയാണ് ഇറാഖ്, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. സംഘർഷം ഈ രീതിയിൽ തുടർന്നാൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അടച്ചിടുമെന്ന് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ ആഗോളതലത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്യാസ്, പെട്രോൾ, ഡീസൽ, വളം തുടങ്ങിയവയുടെ വില കുത്തനെ ഉയരും. UAE, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അമ്പെ തകരും. ആയിരക്കണക്കിന് കപ്പലുകൾ വഴിയില്ലാതെ പ്രതിസന്ധിയിലാകും.
ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 60% നിലയ്ക്കും. സമ്പദ് വ്യവസ്ഥയും ഉൽപാദന വ്യവസായങ്ങളും കൂപ്പുകുത്തും. ഇറാൻ കടുത്ത നടപടികളിലേക്ക് പോകില്ലെന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കരുതുന്നത്. പെട്രോൾ പണ്ടോറ ബോക്സ് തുറക്കൽ നടപടി ഭീഷണി രാഷ്ട്രീയ സമ്മർദ്ദതന്ത്രം മാത്രമായേ കാണാനാകൂ. കാരണം കടലിടുക്ക് അടയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്. ഇതിനു മുൻപ് 2019 സമാന ഭീഷണി ഉയർന്നപ്പോൾ തന്നെ അമേരിക്ക അവരുടെ യുദ്ധക്കപ്പൽ വ്യൂഹമായ USS എബ്രഹാം ലിങ്കണിനെ ഹോർമുസ് കടലിടുക്കിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതോടെ ഇറാൻ ഭീഷണി പിൻവലിച്ച് എന്തായാലും ഇറാന്റെ പുതിയ ഭീഷണി ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള 2 വിമാനങ്ങൾ കൂടി ഡൽഹിയിൽ എത്തും. ഇറാനിലെ മഷാദിൽ നിന്നുള്ള ഒരു വിമാനം വൈകിട്ട് 4:30-നും മറ്റൊരു വിമാനം രാത്രി 11:30-നും ഡൽഹിയിലെത്തും. സംഘത്തിൽ മലയാളികളും ഉണ്ടെന്നാണ് വിവരം. ഇതുവരെ 12ഓളം മലയാളികൾ ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മഷാദ് വഴിയാണ് നിലവിൽ കൂടുതൽ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് സുരക്ഷിതമായി ജോർദനിലേക്ക് ഒഴിപ്പിച്ച ഇന്ത്യക്കാരെയും നാട്ടിലെത്തിക്കും. അമ്മാനിൽ നിന്നും മുംബൈയിലേക്ക് റോയൽ ജോർദാനിയൻ എയർലൈൻസിന്റെ സഹായത്തോടെയാണ് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുക. യുദ്ധമുഖത്ത് നിന്ന് സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ സ്വദേശിനി ഫാദില കച്ചക്കാരൻ. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയ ഫാദില ഇന്ന് രാവിലെയാണ് സ്വന്തം വീട്ടിലെത്തിയത്. രാത്രിയിലെ സ്ഫോടന ശബ്ദങ്ങൾ ഭീതിയുണ്ടാക്കിയെന്ന് ഫാദില 24-നോട് പറഞ്ഞു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലായിരുന്നു ഫാദില. ബീഷ്ടി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ MBBS വിദ്യാർത്ഥി. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയത് മുതൽ ഭീതിയിലായിരുന്നു. രാത്രിയിൽ സ്ഫോടന ശബ്ദം കേൾക്കാമായിരുന്നു. പിന്നീട് കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ അഭയം തേടിയെന്നും ഫാദില 24-നോട്. രാത്രിയൊക്കെ നല്ലോണം കേൾക്കുന്നു. പിന്നെ അവർ ഞങ്ങളെ വേഗം വാശത്തേക്കൊക്കെ മാറ്റി ഞങ്ങൾ നേരെ ബേസ്മെന്റ് ഒരു റൂമിലേക്ക് പോകും. എല്ലാവരും അങ്ങോട്ട് വേഗം മാറിക്കും ഞങ്ങൾ. അപ്പോൾ അവിടെ കുറച്ചെങ്കിലും സേഫ് ആക്കി വെച്ചാൽ എല്ലാവരും അടിക്കാൻ നമ്മൾ പോകല്. ഇന്ത്യൻ എംബസി കൃത്യമായ ഇടപെടൽ നടത്തി. മലയാളി വിദ്യാർത്ഥികൾ ഇനിയും ഇറാനിലുണ്ടെന്ന് ഫാദില വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ഫാദില ഇന്നാണ് വീട്ടിൽ തിരികെ എത്തിയത്. ഭീതിയൊഴിഞ്ഞു നല്ല കാലം വേഗം തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. MBBS പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട് ഫാദിലയ്ക്ക്. 24 മലപ്പുറം. ഇനി നിലമ്പൂരിലേക്കാണ്. നെഞ്ചിടിപ്പോടെ നിലമ്പൂർ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. LDFും UDFും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഫലത്തിൽ നിർണായക സ്വാധീനമാവുക PV അൻവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDFിനും UDFിനും നിലമ്പൂർ ഫലം നിർണായകമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്ന് തെളിയിക്കാൻ UDF, മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാൻ LDF, ശക്തി തെളിയിച്ചുവെന്നുറപ്പിക്കാൻ PV അൻവറും. ഇങ്ങനെ രാഷ്ട്രീയ കേരളം സൂക്ഷ്മതയോടെ നോക്കുന്ന ഒട്ടനവധി ചലനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമുള്ള സാധ്യത തേക്കിന്റെ നാട് ഒളിപ്പിക്കുന്നു. പാലക്കാട് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷമുണ്ടാവുമെന്ന് KPCC അധ്യക്ഷൻ. നിലമ്പൂരും UDF ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് LDFും ഉറപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിശ്വാസത്തിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ വോട്ടർമാർ നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. താൻ തോറ്റാൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞത് UDFിനോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടല്ലെന്ന് PV അൻവർ 24-നോട്. AP അനിൽകുമാറിനെതിരെയും അൻവർ രംഗത്തു വന്നു. ഷൗക്കത്തിന് എന്താ പറയാ, ഈ പാലിൽ വിഷം ചേർത്തിട്ടാണ് അവൻ കാണുന്നത്. കാരണം ഷൗക്കത്ത് എന്തായാലും ഇതിൽ മരിച്ചു പോകും. പിന്നെ ഈ രക്ഷയൊന്നുമില്ല. മലപ്പുറത്ത് വേറെ MLA ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഷൗക്കത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സഹായിക്കും ചെയ്യും. കാരണം അദ്ദേഹത്തിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിന്നാണല്ലോ. അപ്പോൾ ആ ശല്യം ഒഴിവാക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ജയിച്ച് കയറാം അവിടെ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. PV അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കൂല. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് എണ്ണുന്നത്. ഇവിടെ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്ന് തന്നെ ട്രെൻഡ് വ്യക്തമാകും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചു. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ PV അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. 4 ലക്ഷം വോട്ടുകൾ PV അൻവർ നേടിയാൽ വിജയം LDFിനായിരിക്കും. ഹിന്ദു വോട്ടുകൾ സ്വരാജിനും മുസ്ലിം വോട്ടുകൾ അൻവറിലേക്കും ഏകീകരിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിലമ്പൂരിൽ ആര് ജയിക്കുമെന്ന് പറഞ്ഞാൽ
അതേസമയത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ നിൽക്കുന്നുണ്ട്. അൻവർ ഒരു 25,000 വോട്ട് പിടിക്കുമെങ്കിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള വിജയസാധ്യത ഏറെ തെളിഞ്ഞിരിക്കുകയാണ്. അൻവർ പിടിക്കുന്ന 25,000 വോട്ട് പിടിക്കുമെങ്കിൽ ആ വോട്ട് ചെറിയൊരു ശതമാനം LDFന്റെ പോകുന്ന പോലും ഭൂരിപക്ഷവും UDFന്റെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ UDFന്റെ സാധ്യത അല്പം മങ്ങിപ്പോകും, LDFന്റെ സാധ്യത വർദ്ധിക്കും. അദ്ദേഹത്ത് അൻവർ അത്ര വോട്ട് പിടിച്ചില്ല എങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി തീർച്ചയായും UDF ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രതിഫലനമുണ്ടാക്കും? ചോദ്യങ്ങൾ നിരവധിയാണ്. എല്ലാറ്റിനും ഉത്തരം നാളെ ഉണ്ടാകുമോ? ഏതായാലും വോട്ടെണ്ണലിന്റെ ഓരോ മിടുപ്പും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സർവ്വസജ്ജീകരണങ്ങളുമായി 24 തയ്യാറായി കഴിഞ്ഞു. നാളെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ പ്രചരണത്തിൻ്റെ ഒടുക്കത്തിൽ ജനവിധി എന്താണ്? 7 പഞ്ചായത്തുകളും നഗരസഭയും എങ്ങനെ? ഇടത്തോട്ടോ വലത്തോട്ടോ? ആരാണ് ഇവിടെ ട്രബിൾ ഷൂട്ടർ ആവുക? നിർണായകമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെ? എല്ലാം അറിയാം 24-ൽ. ആദ്യമെണ്ണുക വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾ. UDF ശക്തികേന്ദ്രമായി ഇവിടെ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിയ വോട്ടിന് ലീഡ് ചെയ്തു. 3 റൗണ്ട് എണ്ണിത്തീരുമ്പോഴേക്കും വഴിക്കടവിന്റെ ട്രെൻഡ് അറിയാം. അതുപക്ഷേ നിലമ്പൂരിന്റെ വിധി നിർണ്ണയിക്കുമോ? മുസ്ലിം ലീഗിന്റെ കോട്ടയായ മൂത്തേടത്ത് പ്രതീക്ഷിക്കുന്ന വലിയ ലീഡ് നിലനിർത്താൻ UDFനാകുമോ? അൻവർ മൂത്തേടത്ത് ഫാക്ടറാകുമോ? VV പ്രകാശിന്റെ നാടായ എടക്കര UDFനൊപ്പം നിൽക്കുമോ? ആര്യാടൻ ഷൗക്കത്തിനെ വിവാദങ്ങൾ ബാധിക്കുമോ? LDF വോട്ട് പ്രതീക്ഷിക്കുന്ന പ്രധാന പഞ്ചായത്താണ് പോത്തുകൽ. M സ്വരാജിന്റെ നാടായ പോത്തുകൽ എത്ര ലീഡ് നൽകും? തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അട്ടിമറി നടന്ന ചുങ്കത്തറ പഞ്ചായത്തിലെ നിലവിലെ ഭരണം UDFന്. 2021-ൽ 300 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ മാറിമറിയുമോ ചുങ്കത്തറ? ലീഗിനും UDFനും ഒപ്പം നിന്ന കരുളായി കഴിഞ്ഞ തവണ LDFന് നൽകി. ഇത്തവണ ആർക്കൊപ്പം? അമരമ്പലം LDFന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാം. അവസാനം എണ്ണുന്ന ബൂത്തുകൾ അമരമ്പലം പഞ്ചായത്തിലേതാണ്. LDFനൊപ്പം കട്ടയ്ക്ക് നിൽക്കുമോ അമരമ്പലം? നിലമ്പൂർ നഗരസഭ 1500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ LDFന് നേടിക്കൊടുത്തത്. ഇത്തവണ LDFും UDFും ശക്തമായ പ്രചാരണമാണ് നഗരസഭ കേന്ദ്രീകരിച്ച് നടത്തിയത്. ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ. PV അൻവർ പിടിക്കുന്ന വോട്ടെത്ര? ഏതു പഞ്ചായത്തിൽ നിന്ന്? ആരായിരിക്കും വിജയത്തിന്റെ മധുരപ്പെട്ടിയുമായി രാജറാണിയിൽ തലസ്ഥാനത്തേക്ക് ട്രെയിൻ കയറുക? നാളെ രാവിലെ മുതൽ വോട്ടെണ്ണൽ തത്സമയം
24-നൊപ്പം കാണാം. ടീം 24 നിലമ്പൂർ. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിന്റെ മനസ്സിൽ എന്താണ്? കാണാം വോട്ടർമാരുടെ പ്രതികരണം. നമ്മൾ ഇവിടെ വാപ്പുട്ടി എന്ന് പറഞ്ഞാൽ ആലൻ ഷൗക്കത്ത്. വാപ്പുട്ടി ഞങ്ങൾ സ്നേഹത്തോടെ നിലമ്പൂരിൽ എടുക്കുന്ന പേരാണ് വാപ്പുട്ടി എന്നുള്ളത്. ആലൻ ഷൗക്കത്ത് ജയിക്കും. അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്തായാലും. 10 മുതൽ 20,000 വരെ വോട്ടിന് ജയിക്കാനുള്ള സാധ്യത. ഷൗക്കത്ത് ജയിക്കും. എന്റെ വിശ്വാസം പിന്നെ ഷൗക്കത്ത് ജയിക്കുന്നതാണ്. പ്രതീക്ഷ വാപ്പുട്ടി ജയിക്കുക. എന്താ ഇടതുദിവസം ജയിക്കും. ഓ 2000 വോട്ടിനൊക്കെ. സ്വരാജ് ഒരു 8-ന് 10-നുള്ളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എത്ര വോട്ടിന് പറഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. സ്വരാജ് ജയിക്കും. ഇത്രയും പറയാനുള്ളൂ. സ്വരാജ് ഷുവറല്ലേ? എന്താണെന്ന് വെച്ചാല് രാഷ്ട്രീയമായിട്ടുള്ള നമ്മളെ വികസനം തന്നെയാണ്. ഇവിടെ നല്ലൊരു പ്രകടനം UDF-ന് കാഴ്ചവെക്കാം. അത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന മേഖലയിൽ സമഗ്ര മാറ്റത്തിന് DGCA വിമാന കമ്പനികളുടെ ഓഡിറ്റിംഗിന് പുതിയ ചട്ടക്കൂടുണ്ടാക്കും. ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് അപകടം കുറയ്ക്കുന്നതിനാണ് മുൻതൂക്കം. അജീഷ് ശ്രീകുമാർ വിവരങ്ങളുമായി. അജീഷ്, എന്താണ് ഈ ചട്ടക്കൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലേക്കൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം? ഈ അനുജ, ഈ വിമാന അപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമഗ്ര മാറ്റത്തിന് DGCA ഒരുങ്ങുന്നത്. അതായത് ഈ ഓഡിറ്റിംഗ് വിഭാഗത്തിലാണ് ഈ മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് അപകടം കുറയ്ക്കുന്നതിന് പരമാവധി മുൻതൂക്കം നൽകുന്ന രീതിയിലായിരിക്കും ഓഡിറ്റിംഗ് അത് അഴിച്ചു പണിയുക, അതിന് കമ്പനികളെ പ്രേരിപ്പിക്കുക തുടങ്ങിയതാണ് ഈ നിർദ്ദേശങ്ങളുള്ളത്. ഈ അന്താരാഷ്ട്ര ഏജൻസികളുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നു കൂടി വരുത്തിയാകും ഓഡിറ്റിംഗ് നടപ്പിലാക്കുക. നിലവിൽ ഈ എയർ ഇന്ത്യയുടെ ചില അന്വേഷണങ്ങളൊക്കെ DGCA നടത്തിയിരുന്നു. അപ്പോൾ ഒരുപാട് വീഴ്ചകളും ക്രമക്കേടുകളും ഒക്കെ കണ്ടിരുന്നു, ഈ ജോലിഭാരം, ജോലി സമയം അടക്കമുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഈ സുരക്ഷ ഉറപ്പുവരുത്തി, സുരക്ഷ മുൻ നിർത്തിക്കൊണ്ട് ഒരു സമഗ്ര മാറ്റത്തിന് DGCA ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഈ ചട്ടക്കൂടിന്റെ കാര്യങ്ങൾ, അതിനകത്തുള്ള ഉള്ളടക്കങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക വഴിത്തിരിവ്. ആക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം നൽകിയ 2 പേർ NIA പിടിയിലായി. പെഹൽഗാം സ്വദേശികളാണ് പിടിയിലായവർ. ഭീകരരെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്ന് NIAക്ക് ലഭിച്ചു. പെഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് ഭീകരർക്ക് സഹായം നൽകിയ 2 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. പെഹൽഗാം സ്വദേശികളായ പർവേഷ് അഹമ്മദ് ജോദർ, ബാഷിർ അഹമ്മദ് ജോദർ എന്നിവരാണ് NIA പിടികൂടിയത്. ആക്രമണത്തിന് മുൻപ് പർവേഷും ബാഷിറും ബൈസരൻ താഴ്വരയിലെ ഹിൽ പാർക്കിലെ താൽക്കാലിക കുടിലിൽ ഭീകരർക്ക് താമസ സൗകര്യം ഒരുക്കി. ഭീകരർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഇവർ നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങൾ ഇവർ കൈമാറിയതായും അന്വേഷണ ഏജൻസി അറിയിച്ചു. പാകിസ്ഥാൻ പൗരന്മാരായ 3 ലഷ്കർ-ഇ തൊയ്ബ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇരുവരുടെയും മൊഴി. ഇതോടെ NIA അന്വേഷണത്തിൽ നിർണായക പുരോഗതിയാണ് ഉണ്ടായത്. ആക്രമണം നടത്തിയ ഭീകരർ പാകിസ്ഥാനിലേക്ക് തിരിച്ചു കടന്നതായും സൂചനകളുണ്ട്. NIA അറസ്റ്റ് ചെയ്ത 2 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. UAPA 19-ാം വകുപ്പ് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 24 ഡൽഹി. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ പോരിനയവില്ല. ഭാരത് മാതാ സങ്കല്പം തെളിമയോടെ ഈ കാലഘട്ടത്തിൽ മനസ്സിലായെന്ന് അഭിമുഖത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രതികരിച്ചു. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ABVPയും യുവമോർച്ചയും തെരുവ് യുദ്ധം നടത്തുന്നത് എന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ വിമർശനം. സർക്കാരുമായുള്ള പോര് തെരുവിലേക്ക് എത്തിക്കാതെ അവസാനിപ്പിക്കാൻ ഗവർണർ നിർബന്ധിതനാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ട്രെയിനിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഇന്നലെ രാത്രിയും സംഘർഷമുണ്ടായിരുന്നു. രാജ്ഭവൻ നിർദ്ദേശപ്രകാരം ആത്മഹത്യാ സ്ക്വാഡ് ചെയ്യുന്നത് പോലെ ABVP യുവമോർച്ച പ്രവർത്തകർ പെരുമാറുന്നുവെന്ന് മന്ത്രിയുടെ പ്രതികരണം. സ്വാഭാവികമാണല്ലോ പ്രതിഷേധം ഉണ്ടാവുന്നത്. പ്രതിഷേധിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ. എല്ലാ പ്രതിഷേധവും 15 പേര് വെച്ചുകൊണ്ടുണ്ടായിരുന്നു. സർക്കാർ ഗവർണർ പോരിൽ ഇരുകൂട്ടരെയും ഒരുപോലെ വിമർശിച്ച കോൺഗ്രസ് ഇന്ന് ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ചു. കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, രാജ്ഭവൻ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയാക്കി മാറ്റരുത്.
അവിടെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ വേദിയാകേണ്ടതില്ല. ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ മഹത്വം, നിഷ്പക്ഷത അത് നിലനിർത്താൻ, അത് പുലർത്താൻ ഗവർണർ ബാധ്യസ്ഥനാണ്. വിവാദത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാട് വ്യക്തമാക്കിയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജന്മഭൂമിയിൽ അഭിമുഖം നൽകിയത്. ഭാരതമാതാ സങ്കല്പം ശക്തമായത് അടിയന്തരാവസ്ഥാ കാലത്താണ്. പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ഭാരത് മാതാ സങ്കല്പത്തെ കാണാൻ കഴിഞ്ഞു. ഭാരത് മാതാവിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം ശക്തമായത് ജയിലിൽ കിടക്കുമ്പോഴാണെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിനിടെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പ്രകോപന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. തീക്കൊള്ളികൊണ്ട് തലചൊറിയരുതെന്നും ഡിവൈഎഫ്ഐ ഗുണ്ടകളെ CPIM നിലയ്ക്ക് നിർത്തുന്നതാണ് നല്ലതെന്നുമാണ് പോസ്റ്റ്. മന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധിക്കുമെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഭാരതാംബ വിഷയത്തിൽ മന്ത്രി V. ശിവൻകുട്ടിക്കെതിരെ ABVP കോട്ടയത്ത് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. തിരുനക്കര ടാക്സി സ്റ്റാൻഡിലെ CITU കൊടിമരം ABVP പ്രവർത്തകർ തകർത്തു. പോലീസും ABVP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നാലെ KK റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ABVPയുടെ നടപടിക്കെതിരെ CITU വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്തും. NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലും വിവാദമായി കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം. തൃശൂർ മാള കുഴൂരിലാണ് സംഭവം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മാളാക്കുഴൂർ 2143 നമ്പർ തിരുമക്കുളം കരയോഗം സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിലാണ് പ്രതിഷേധം കനത്തതോടെ മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു. RSSന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി NSSനെ മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് ഉപയോഗിക്കേണ്ടതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. RSS ജില്ലാ പ്രചാരക് KC നടേശനെ യോഗ സന്ദേശം നൽകാനായി ക്ഷണിച്ചതിലും കരയോഗാംഗങ്ങൾ പ്രതിഷേധിച്ചു. യോഗാ ദിനാചരണത്തിന്റെ മറവിൽ BJPയുടെ വർഗീയ താൽപര്യങ്ങൾക്ക് സമുദായത്തെയും NSSനെയും ഒറ്റുകൊടുക്കരുത്. RSS BJP നേതൃത്വങ്ങൾക്ക് വിടുപണി ചെയ്യുന്ന കരയോഗം നേതൃത്വം രാജിവെക്കണമെന്ന് ഉന്നയിച്ച് ഫ്ലെക്സ് ബോർഡുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 24 തൃശൂർ. എറണാകുളം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ സെക്രട്ടറിയുടെ മകനുമായ ഡിവിൻ K. ദിനകരനെതിരെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി. വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടിയെന്നും കട്ടപ്പനയിലെ കർഷകരിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നുമാണ് പരാതി. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ഉള്ളത്. വിഷ്ണു, എന്താണ് ഈ പരാതി? ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണല്ലോ. അനുജ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പറവൂർ മണ്ഡലം കമ്മിറ്റിയിലെ മുൻ അംഗവും അതോടൊപ്പം AYF ജില്ലാ കമ്മിറ്റി അംഗവുമായ ബിജോയാണ് ഡിബിൻ K. ദിനകരനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഡിബിൻ K. ദിനകരൻ നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. CPIയുടെ നിരവധി അനധികൃത ഭൂമി ഇടപാട് വഴി പണം തട്ടാൻ ശ്രമിച്ചു. ഇടുക്കിയിലും പാലക്കാടും കൊച്ചിയിലുമായി വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമി തരം മാറ്റി പണം തട്ടി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ബിനോയ് വിശ്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. CPIയുടെ എറണാകുളം പരാതിവെന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. CPI എക്സിക്യൂട്ടീവ് അംഗത്തിനൊപ്പം തന്നെ CPI ജില്ലാ സെക്രട്ടറി ദിനകരന്റെ മകൻ കൂടിയാണ് ഡിബിൻ. ഡിബിനെതിരെ നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നിരുന്നു. ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ നേതൃത്വത്തിന് മുൻപിലേക്ക് ഒരു പരാതി എത്തിയിരിക്കുകയാണ്. ഈ പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ആഴ്ച ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ വിഷയം ചർച്ചയാകുകയും അന്വേഷണ കമ്മീഷൻ വരാനുള്ള സാധ്യതയുമുണ്ട്. CPIയിൽ ഉടലെടുത്തിരിക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായാണ് ഈ പരാതി പുറത്തുവന്നിരിക്കുന്നത്. ആ പരാതിയിൽ ഗുരുതര സ്വഭാവമാണുള്ളത്. ഒരു വലിയ ക്രമക്കേടുകൾ നടത്തി ഏകദേശം ഒരു തിരുമാറാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു ചെങ്കൽ മട തുടങ്ങുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ കൈക്കൂലി കമ്മീഷനായി ചോദിച്ചു. 25% ഷെയർ ചോദിച്ചു. തുടങ്ങി മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ തോട്ടം തൊഴിലാളികളിൽ നിന്ന് ആ പണം കൈപ്പറ്റി റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തർക്കം പരിഹരിച്ചു നൽകാമെന്ന വ്യാജേനയാണ് തോട്ടം തൊഴിലാളികളും തോട്ടമുടമകളിൽ നിന്ന് പണം കൈപ്പറ്റിയത് തുടങ്ങിയ തെളിവുകൾ സഹിതമുള്ള പരാതിയാണ് ബിജോയ് നിലവിൽ ബിനോയ് വിശ്വത്തിന് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ എന്ത് നടപടി ഇനി കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയാനുള്ളത്. ശരി, എറണാകുളം CPI ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഡിവിൻ K. ദിനകരനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ള പരാതി ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് നൽകിയിട്ടുള്ളത്. വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടി, കട്ടപ്പനയിൽ കർഷകരിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം പരാതിയായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ തുടർ നടപടി എന്ത് എന്നുള്ളതാണ് ഏറെ പ്രധാനം.
കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? അനുജ, 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കാലവർഷം പതിയെ കൂടി സജീവമാകുന്നുണ്ട്. അതായത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ നാളെയും മറ്റന്നാളും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവരും വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിലുള്ളവരും ഒക്കെ പ്രത്യേക ജാഗ്രത ഇപ്പോഴും തുടരണം. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒപ്പം ഈ തീരത്ത് പ്രത്യേകിച്ച് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നില്ല. ഉയർന്ന തിരമാല, അതായത് സാധാരണയിൽ നിന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ തീരദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടർന്നേക്കും. പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ അറിയാം. മത്സരമുണ്ടെങ്കിൽ ഒരു പദവിയും സ്വീകരിക്കില്ലെന്ന് മോഹൻലാൽ നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. 13 വർഷത്തിനു ശേഷം നടൻ ജഗതി ശ്രീകുമാർ യോഗത്തിനെത്തിയതും ശ്രദ്ധേയമായി. മെയ് 31 നടന്ന അഡ്ഹോക് കമ്മിറ്റി യോഗത്തിലാണ് അംഗങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന പൊതു താൽപര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഭാഗിക സമ്മതം മൂളിയ മോഹൻലാലിനെ മുന്നിൽ നിർത്തി അഡ്ഹോക് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളെ ഉൾപ്പെടുത്തി കരുത്തുറ്റ ഭരണസമിതി കെട്ടിപ്പടുക്കുകയാണ് അഡ്ഹോക് കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. മോഹൻലാൽ തന്നെ നേതൃനിരയിൽ വരണമെന്നാണ് പൊതു താൽപര്യമെന്ന് നടി ശ്രീദേവി ഉണ്ണി 24-നോട് പറഞ്ഞു. ഞങ്ങളുടെ ആഗ്രഹത, എല്ലാവരുടെ ആഗ്രഹത. നമ്മുടെ ഒരു നായകനല്ലേ, നമ്മുടെ ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ അപ്രോച്ച് തന്നെ മതി. അതിനെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു ഇത് തോന്നണമല്ലോ. നീണ്ട 13 വർഷത്തിന് ശേഷം നടൻ ജഗതി ശ്രീകുമാർ യോഗത്തിനെത്തിയതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. വൈകിട്ടോടെ പുതിയ ഭാരവാഹികളെ അറിയാനാകും. ലൈംഗിക ആരോപണ പരാതിക്ക് പിന്നാലെ നടൻ സിദ്ദിഖ് ഒഴിഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജോ ജഗദീഷോ വരാൻ സാധ്യതയുണ്ട്. ഉണ്ണിമുകുന്ദൻ ഒഴിഞ്ഞ ട്രഷറർ പദവിയിലേക്കും പുതിയ അംഗത്തെ തെരഞ്ഞെടുക്കും. സിനിമാ സെറ്റുകളിലും താമസ സ്ഥലത്തും ലഹരി ഉപയോഗം വിലക്കിക്കൊണ്ടുള്ള കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കത്ത് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തു. 24 കൊച്ചി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച സംഭവത്തിൽ വിമർശനവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഫെഫ്കയ്ക്കൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് പറഞ്ഞു. സെൻസർ ബോർഡിന്റെ ഈ ഇടപെടല് ഓരോ ദിവസമായി അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കലാസൃഷ്ടിയാണല്ലോ. അതിന്റെ കാര്യങ്ങളെ വളരെയേറെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഓരോ ഇടപെടലുകൾ ഓരോ ദിവസവും ഇതിങ്ങനെ വർദ്ധിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ ഇവിടുത്തെ സെൻസർ ബോർഡാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുപോലെ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഉദ്യോഗസ്ഥ ലെവലിലുള്ള ഒരു കാര്യങ്ങളാണിത്. ഇപ്പൊ വരുന്ന എല്ലാ പടങ്ങളുടെ പേരിലും വളരെ ശക്തമായ സെൻസറിങ്ങും വലിയ ആവശ്യമില്ല. അതായത് ഇതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ, ആ മാനദണ്ഡത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി. സംവിധായകൻ പത്മകുമാറിന്റെ സിനിമയ്ക്കും സമാന പ്രശ്നമുണ്ടായി. ജാനകി എന്ന പേര് ജയന്തി എന്നാക്കിയ ശേഷമാണ് ആ ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽപ്പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവന്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ്. എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും. ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു.
അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആശാ വർക്കേഴ്സിന് 3 മാസത്തെ ഓണറേറിയം നൽകാനുള്ള തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ 54 കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷന് ഇതിനായി അനുവദിച്ചത്. എന്നാൽ ഉപാധികളില്ലാതെ 7000 രൂപ ഉറപ്പ് നൽകിയെങ്കിലും നിരവധി പേർക്ക് ഇൻസെന്റീവ് കുറഞ്ഞു എന്ന കാരണത്താൽ പകുതി ഓണറേറിയമാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. 26,125 ആശമാർക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തെ ഓണറേറിയം നൽകാനാണ് 54 കോടി രൂപ അനുവദിച്ചത്. എല്ലാ ആശമാർക്കും 7000 രൂപ വീതം നൽകാനാണ് ഈ തുക. പുതുക്കിയ മാനദണ്ഡപ്രകാരം ഉപാധികളില്ലാതെ എല്ലാവർക്കും 7000 രൂപ ലഭിക്കുമെന്നാണ് വാഗ്ദാനം. എന്നാൽ ഇൻസെന്റീവായി 500 രൂപ നേടിയിരിക്കണമെന്ന നിബന്ധന വെച്ചതോടെ പലർക്കും കഴിഞ്ഞ മാസം ഓണറേറിയം പകുതിയായി കുറഞ്ഞു. ഉദാഹരണത്തിന് നെല്ലിമൂട് സ്വദേശിനിയായ ആശാവർക്കർ സുധർമ്മ. കഴിഞ്ഞ മാസം ഇൻസെന്റീവ് 500 രൂപയ്ക്ക് പകരം ലഭിച്ചത് 480 രൂപ മാത്രം. ഇതിന്റെ പേരിൽ 7000 രൂപയിൽ നിന്ന് സുധർമ്മയുടെ ഓണറേറിയം 3500 രൂപയായി കുറഞ്ഞു. സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്നും പ്രഖ്യാപിച്ച ഓണറേറിയം പോലും നൽകുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്ന കാര്യം ഇതിനകത്ത് പരാമർശിക്കുന്നില്ല. അപ്പോൾ 3500 രൂപ, ഇപ്പോൾ ഇത് ഏപ്രിൽ മാസത്തെ ഓണറേറിയം വന്നതിൻ്റെ റിപ്പോർട്ടാണ്. ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 3500 രൂപ വെച്ച് വന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തോട് പോയി ചോദിക്കണം എന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഇവർ കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവിന് മാനദണ്ഡം ഏർപ്പെടുത്തുന്നത്? അപ്പോൾ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തത്. ആളുകൾ പണിയെടുത്തതിന് ശേഷം അവർക്ക് അവരുടെ ഓണറേറിയം വെട്ടിക്കുറയ്ക്കുകയാണ്. 2% ആശാ വർക്കേഴ്സിന് മാത്രമാണ് ഓണറേറിയം പകുതിയായി കുറഞ്ഞതെന്നാണ് സർക്കാർ വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. അതിനിടെ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പഠിക്കാനായി സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗം ഈ മാസം 30-ന് വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗമാണ് വിളിച്ചത്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാർ നിയോഗിച്ച ആ കമ്മിറ്റിയുടെ യോഗമാണോ ഇത്? അതെ, അതായത് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി സർക്കാർ ചർച്ച നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി, അവരുടെ വിഷയങ്ങൾ പഠിക്കാനായി ഒരു കമ്മിറ്റി രൂപീകരിക്കാം, അതിനുശേഷം ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു സർക്കാർ സമരക്കാരെ അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഈ സമരക്കാരെ ഒരു ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത്. സമരക്കാർ മാത്രമല്ല, ആ കമ്മിറ്റിയിൽ മുഴുവൻ സംഘടനകൾ, മുഴുവൻ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളെയും ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, ഒപ്പം തന്നെ കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU, ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INDUC, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ STU, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC എന്നീ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട സംഘടനകളെയാണ് ഈ യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഓരോ സംഘടനകളിൽ നിന്നും 3 പേരെ വീതം ഈ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 30-നാണ് ഈ യോഗം നടക്കുക. അതിനുശേഷം പിന്നീട് മറ്റ് വിഷയങ്ങൾ കൂടി പഠിച്ചതിന് ശേഷമായിരിക്കും സർക്കാരിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുക. അനുജ, ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പഠിക്കാൻ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗമാണ് ഈ മാസം 30-ന് ചേരുക. വീഡിയോ കോളിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്നാണ് തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ കൊലപ്പെടുത്തിയതെന്ന് FIR. മറ്റൊരു കേസിൽ ഒളിവിൽ കഴിയാനാണ് പ്രതിയായ ഷംസാദ് മണ്ണന്തലയിലെ ഫ്ളാറ്റിൽ മുറിയെടുത്തത് എന്നും പോലീസ് കണ്ടെത്തി. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം വീഡിയോ കോൾ എന്ന സഹോദരന്റെ സംശയമാണ് കൊലപാതകത്തിന് കാരണം. ചെമ്പഴന്തി അണിയൂരിലുണ്ടായ അടിപിടി കേസിൽ ഒളിവിലായിരുന്നു പ്രതി ഷംസാദ്. പോലീസിനെ ഭയന്ന് മണ്ണന്തലയിലെ ഫ്ളാറ്റിൽ റൂമെടുത്തു. സംശയം തോന്നാതിരിക്കാൻ ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞ് സഹോദരി ഷഫീനയെയും ഒപ്പം കൂട്ടി. ഇവിടെ വെച്ച് ഷഫീന വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടതാണ് പ്രകോപന കാരണമെന്ന് ഷംസാദ് മൊഴി നൽകി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സുഹൃത്തായ വിശാഖിനെയും കൂട്ടി ഫ്ളാറ്റിലെത്തി. മർദ്ദിച്ചതിനു ശേഷം മാതാപിതാക്കൾ ഷഫീനയെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ മനഃപൂർവ്വമായി ശ്രമിച്ചുവെന്നും FIR-ൽ പറയുന്നു. കേസിൽ ഒപ്പം പിടികൂടിയ വിശാഖിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ഫ്ളാറ്റിലെത്തി തെളിവെടുത്തു. കഴിഞ്ഞ 14-ാം തീയതിയാണ് സഹോദരനും സഹോദരിയും മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത്. ഷഫീനയുടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോഴാണ് യുവതിയെ മുറിയിൽ വീണുകിടക്കുന്നതായി കണ്ടത്. പോലീസ് എത്തിയപ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഷംസാദും സുഹൃത്ത് വിശാഖും മദ്യലഹരിയിലായിരുന്നു. യുവതിയുടെ ശരീരത്തിൽ മാരകമായി മർദ്ദിച്ചതിന്റെ പാടുകളുണ്ട്. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 24, തിരുവനന്തപുരം. വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി പിടിച്ച സംഭവത്തിൽ കടുത്ത ആശങ്കയിൽ തോട്ടം തൊഴിലാളികൾ. സുരക്ഷിതമെന്ന് കരുതിയ ലയത്തിൽ നിന്നാണ് റോഷ്നിയെ പുലി കടിച്ചുകൊണ്ടുപോയത്. മക്കളെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശങ്കയിലാണ് വാൽപ്പാറയിലെ അമ്മമാർ. பாதுகாப்புக்கு ஒன்றும் இல்லைங்க, ஒன்றுமே இல்லை. ஆனால் முதல்ல மகளத்தில் இந்த லைன்ஸில் எல்லாம் 12 பிள்ளைங்க, குறைஞ்சது 7-5 பிள்ளைங்க இருந்தாங்க குழந்தைகளாம். ஆனால் இந்த மாதிரி சம்பவம் நடந்ததே இல்லை. இப்போ தான் அப்படி நடந்திருக்குது.
100-ലധികം വരുന്ന എസ്റ്റേറ്റുകൾ, 75,000-ലധികം തൊഴിലാളികളാണ് കേരള തമിഴ്നാട് അതിർത്തിയായ വാൽപ്പാറയിലെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്നത്. 425 രൂപ മുതൽ 450 രൂപ വരെയാണ് കൂലി. അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷയോ ഒന്നുമില്ല. சிறுத்தை வருதுங்க, ஆனை வருது, காட்டு மாடு இருக்குது. காட்டு மாடு தொந்தரவு பெரிய தொந்தரவு, ஆளெல்லாம் மிதிச்சிருக்கு, கொம்பு வச்சு கொத்தி இருக்குது. ஒத்தாசத்தில் வர முடியல, வந்த பயமாக இருக்குது. അതിനിടെയാണ് ഇന്നലെ 6 വയസ്സുകാരിയുടെ ജീവൻ പുലിയെടുത്തത്. പച്ചമല എസ്റ്റേറ്റിൽ ഇങ്ങനെയൊരു ദുരനുഭവം ആദ്യം. இன்னும் சாமி இருக்குது பாதுகாப்பு. இங்கே இவ்வளோ நாளாச்சு இந்த பச்சை மலையில் இப்படி நடந்ததே கிடையாது. இதுதான் முதல். കേരളത്തിനും തമിഴ്നാടിനും പുറമെ ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ 2 ലക്ഷത്തോളം പേരാണ് 2018 വരെ ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നത്. വന്യജീവി ആക്രമണം പതിവായതോടെ 1.25 ലക്ഷത്തോളം പേർ തൊഴിലുപേക്ഷിച്ചു. റോഷ്നിയുടെ മരണം അതിഥി തൊഴിലാളികൾക്ക് പേടി സ്വപ്നമായിരിക്കുന്നു. अभी तो लग गया, उतना दिन नहीं डर लग रहा था, लेकिन अभी तो डर लग रहा है. कैसा नहीं डर लगेगा, आँख में देख लिए तो सामने. വൈദ്യുത സുരക്ഷാ വേലികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെയാണ് ലയങ്ങൾ തൊഴിലാളികൾക്ക് താമസത്തിന് നൽകുന്നത്. അമ്മയും അച്ഛനും പണിക്ക് പോയാൽ പല ലയങ്ങളിലും കുട്ടികൾ ഒറ്റയ്ക്കാണ്. വർഷങ്ങളുടെ ഇടവേളയിൽ 4 കുട്ടികളെയാണ് പുലി കടിച്ചു കൊന്നത്. മാറോടണച്ചു വളർത്തിയ കുഞ്ഞു ജീവനും ജീവിതവുമാണ് പുലി കവർന്നെടുത്തത്. ഇന്ദിരയെപ്പോലെ മറ്റമ്മമാരും ഭീതിയിലാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ തേടി പുലി വീണ്ടും ഈ ലയത്തിലേക്ക് എത്തുമോ എന്നതിൽ. ക്യാമറമാൻ സന്ദീപ് കോലരിക്കൊപ്പം സൂരജ്, 24. പുരസ്കാര നിറവിൽ വീണ്ടും 24. 2023 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 24-ന് 3 പുരസ്കാരങ്ങൾ. മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം ഡോക്ടർ ഉന്മേഷ് ശിവരാമനാണ്. മികച്ച ടെലിവിഷൻ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം VA ഗിരീഷിനാണ്. അംഗീകാരമില്ലാത്ത അന്യസംസ്ഥാന നഴ്സിംഗ് കോളേജുകളുടെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തയ്ക്കാണ് പുരസ്കാരം. ക്യാമറമാനുള്ള പ്രത്യേക ജൂറി പരാമർശം അഭിലാഷ് തൊഴുവൻകൂടിനാണ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേരളത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ഫേവറിറ്റ് ഹോംസ് 25ാം വർഷത്തിലേക്ക് കടന്നു. മാറുന്ന വാസ്തുവിദ്യാ രീതികളും ഉപഭോക്തൃ മുൻഗണനകളും ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ഫേവറിറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ മാർട്ടിൻ തോമസ് പറഞ്ഞു. മികച്ച ഗുണനിലവാരത്തിലും ഉപഭോക്തൃ വിശ്വാസത്തിലും ഫേവറിറ്റ് ഹോംസ് പുലർത്തുന്ന സ്ഥിരതയും നിലനിർത്തുന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനമെന്ന് ബ്രാൻഡ് അംബാസിഡറായി ടൊവിനോ തോമസ് പറഞ്ഞു. ഈ വർഷം മാത്രം 614 പുതിയ ഭവനങ്ങൾ ഫേവറിറ്റ് ഹോംസ് പൂർത്തീകരിച്ചു. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.